റേഞ്ചില്ലാത്ത കാരണം മാപ്പ് സെക്കായിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യ ഗൈസ്. പെട്ട് നിൽക്കുകയാണ് പെട്ട്. ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നതാണ് ഈ ഒരു രൂപത്തിൻ്റെത്. ഇതാണ് 7ാമത്തെ സ്ഥലം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വേളാങ്കണ്ണിയിലോട്ടാണ് ഞാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നല്ല ഏതെങ്കിലും സ്ഥലമൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ ഇറങ്ങുക, വീഡിയോ എടുക്കുക, അങ്ങനെ പതിയെ പോകാനാണ് പ്ലാൻ. എന്തായാലും 2 ദിവസം അവധിയല്ലേ. അപ്പം നേരെ വേളാങ്കണ്ണിയിലോട്ട് പോകാനുള്ള പരിപാടി. അപ്പോൾ പോയാലോ. ഹലോ ഗൈസ്, നോക്കൂ, റോഡുകൾ വിജനമായിരിക്കുകയാണ്. കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. റോഡിലൊന്നും വെട്ടമൊന്നുമില്ല. നമ്മളെ വണ്ടിയുടെ വെട്ടം മാത്രം, അല്ലാണ്ട് വേറെ വെട്ടമൊന്നുമില്ല. റോഡിൽ പോകുന്ന വണ്ടികളുടെ വെട്ടം മാത്രമേ ഉള്ളൂ. ഗൈസ്, മാപ്പ് നോക്കിയാണ് നമ്മൾ പോകുന്നത്. കന്യാകുമാരി 74 കിലോമീറ്റർ, നാർകോൽ 53 കിലോമീറ്റർ. ഇത് കോവളം ഹൈവേ ദേശീയപാത റോഡാണിത്. ഇവിടെ മുതലാണ് സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം അടുത്ത യാത്ര തുടങ്ങാൻ. ഇത് വന്നിട്ട് ബാലരാമപുരത്ത് ഇപ്പുറത്തെ റോഡാണ്. കാഞ്ഞിരംകുളം ബൈപ്പാസിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോവാം. നമുക്ക് എന്തായാലും ഒന്ന് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ഡ്രസ്സൊന്ന് മാറണം. നല്ല ചൂടുണ്ട്. ഇതൊന്ന് മാറ്റിയിട്ടിട്ട് വേറെ ടീഷർട്ട് എന്തെങ്കിലും എടുത്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. നൈറ്റല്ലേ. അപ്പോൾ ഇനിയിപ്പം ഇവിടെ നിന്ന് നേരെ വേളാങ്കണ്ണിക്ക്. ഓക്കെ, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്താം. നല്ല സ്ഥലം എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് പതിയെ പോകുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ സമയം വന്നിട്ട് 11 മണി ആയിട്ടുണ്ട്. നാളെ 12 മണിക്കകത്ത് എത്തും എന്നാണ് തോന്നുന്നത്. അവരുടെ അടുത്ത് ഇറങ്ങിയില്ലെങ്കിൽ. ഇറങ്ങിയൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ടൈം എടുക്കും എന്ന് തോന്നുന്നു. അതായത് ഞാനും പയ്യെ പോകുന്നുള്ളൂ എന്തായാലും. അപ്പോൾ ശരി, പോകുന്ന വഴി ബാക്കി വീടുകളൊക്കെ കാണാം. ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, നല്ല ചൂട്. ഹലോ ഗൈസ്, അപ്പം ഞാൻ എന്താണ്ട് തുണിയൊക്കെ മാറി. ഇനിയിപ്പം ഇതിലായിരിക്കും എൻ്റെ യാത്ര. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്, വീർത്തൊലിക്കുന്നേ ഞാൻ. അപ്പം ഇനിയിപ്പം പോകുന്ന വഴി എവിടെയെങ്കിലും നല്ല സ്ഥലം ഉണ്ടെങ്കിൽ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോവാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഹലോ ഗൈസ്, നമ്മൾ മാപ്പ് നോക്കി വന്ന് വഴി തെറ്റി. നമുക്ക് മാത്രമല്ല, കുറേ പേർക്ക് വഴി തെറ്റി. നമ്മളിപ്പം തിരിച്ചു പോകണം. ഇതിപ്പോൾ വഴി എങ്ങോട്ടെന്ന് അറിയാൻ പറ്റില്ല, എങ്ങോട്ടാണ് പോകാനുള്ളതെന്നൊരു പിടിയും കിട്ടുന്നില്ല. റോഡിലൊന്നും ആരെയും കാണാനില്ല. റോഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് റോഡ്. റോഡിലൊന്നും ഒറ്റ മനുഷ്യരില്ല. സമയം വന്നിട്ട് 12:30 വഴി അറിയാൻ വയ്യാതെ തെണ്ടി ഇതൊക്കെയാണ്. മാപ്പ് നോക്കിയാണ്, റേഞ്ചില്ലാത്ത കാരണം മാപ്പ് സെക്കായിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യ ഗൈസ്. പെട്ട് നിൽക്കുകയാണ് പെട്ട്. ഇവിടെ കയറിയിട്ട് ആർക്കെങ്കിലും ചോദിക്കാം. ഇങ്ങോട്ടാണ് ഈ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന റോഡാണ് മാപ്പ് നേരത്തെ കാണിച്ചത്. എന്നാലും ഇവിടെ കയറിയിട്ട് ആർക്കെങ്കിലും ചോദിച്ചു നോക്കാം എന്തായാലും. ഹലോ ഗൈസ്, വഴിയിൽ വെച്ച് ഒരു ചേട്ടനെ കണ്ട് ഞാൻ ചോദിച്ച്. അപ്പോൾ ഈ റോഡാണെന്നാണ് പറയണത്. ഈ റോഡ് നേരെ പോയിട്ട് വലത്ത് കയറി പോയാൽ തിരുനെൽവേലി റോഡ് കയറി പോവാന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. രാത്രി ഫുള്ള് ലോറിയാണ്. ലോറി മാത്രമേ ഉള്ളൂ, ഇഷ്ടം പോലെ ലോറി. അതാണ്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ലോറിയാണ്. ലോറികൾ മാത്രമേ ഉള്ളൂ. എങ്ങും വിജനം, വേറെ ആരുമില്ല, നമ്മൾ മാത്രം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ദേവസായം പള്ളിയുണ്ട്. ഇതാണ് കാറ്റാടിമല ദേവസായം പള്ളി. നമ്മളിപ്പോൾ ഇനിയിപ്പം അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റൂട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്ന റൂട്ട് കാണിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലേ. ഇങ്ങോട്ട് വന്നാൽ ഫുള്ള് ലോറികൾ മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും ലോറി. ഹലോ ഗൈസ്, ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. ഭയങ്കര കാറ്റ് കേട്ടോ. ഇവിടെ ചുഴലിക്കാറ്റ് അടിക്കണമെങ്കിൽ അടിക്കണം. ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്.
ഇതാണ് റെയിൽവേ ട്രാക്ക്. ഇത് ക്രോസ് ചെയ്തു. അത് മറ്റേ ഈ റൂട്ടാണ് ദേവസഹായം മൗണ്ട് കൊണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. കാറ്റാടി മല എന്നൊക്കെ പറഞ്ഞ് പോയാൽ കയറാൻ പറ്റുമോന്നൊന്നും അറിഞ്ഞുകൂടാ. സമയം വന്നിട്ട് 1:10 മാപ്പ് നോക്കിയേ, മാപ്പ് നമ്മളെ ചതിച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്താ സ്കൂളാണോ? സ്കൂളായിരിക്കും. 2 കമ്പൊക്കെ എടുത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പം ഞാൻ ദേവസായം പള്ളിയിൽ അകത്തോട്ട് കയറി. പള്ളിക്കകത്തല്ല, കോമ്പൗണ്ടിനകത്ത്. ഇപ്പം നടന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. പള്ളിയിൽ അങ്ങോട്ട് കയറിയിട്ട് ഗൈസ്, ഇതാണ് പള്ളി, ദേവസായം പള്ളി. ഇതിങ്ങനെ നടന്നിങ്ങനെ മണ്ടയിൽ എന്തോ കയറാം. എന്തായാലും ഒന്ന് കയറി നോക്കാം. നോക്കി എന്ത് കാറ്റെന്ന് നോക്കി. എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഇതാണ് കാറ്റാടി മല. എനിക്കിവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നി ഈ മരങ്ങളാണ് കേട്ടോ. പാറയുടെ മണ്ടയിലൊക്കെ നിൽക്കുന്ന നോക്കിയ മരങ്ങൾ. ഇതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഹലോ ഗൈസ്, ഇത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഓരോ ഇതുമാണ് കാണിക്കുന്ന ഈ രൂപം വെച്ചിട്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഇവിടെ മാത്രമല്ല, ഓരോ നമ്പറിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് വന്നിട്ട് അഞ്ചാമത്തെ സ്ഥലമാണ്. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. അതാണ് ഈ ഒരു രൂപത്തിൻ്റെ പ്രത്യേകത. ഇതാണ് 6ാമത്തത്. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നതാണ് ഈ ഒരു രൂപത്തിൻ്റെത്. അതെ, ഇതാണ് 7ാമത്തെ സ്ഥലം. ഈശോ മിശിഹ 2ാം പ്രാവശ്യം വീഴുന്നു. അതാണ് ഈ രൂപം കാണിക്കുന്നത്. ഇത് വന്നിട്ട് ഈശോ മിശിഹ ജെറുസലേമിലെ നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന രൂപമാണിത്. ഗൈസ്, ഇത് വന്നിട്ട് 9ാമത്തെ സ്ഥലമാണ്. ഈശോ 3ാം പ്രാവശ്യം വീഴുന്നതായിട്ടാണ് ഈ രൂപം കാണിക്കുന്നത്. ഇത് വന്നിട്ട് 10ാമത്തെ സ്ഥലം. ഈശോ മിശിഹയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നതായിട്ടാണ് ഈ രൂപം കാണിക്കപ്പെടുന്നത്. ഇത് വന്നിട്ട് 11ാമത്തെ സ്ഥലമാണ്. ഇത് വന്നിട്ട് ഈശോ മിശിഹായെ കുരിശിന്മേൽ തറയ്ക്കപ്പെടുന്നതായിട്ടാണ് ഇത് കാണിക്കപ്പെടുന്നത്. ഇത് വന്നിട്ട് 12ാമത്തെ സ്ഥലമാണ്. ഈശോ മിശിഹായെ കുരിശിന്മേൽ തൂങ്ങി മരിച്ച് നിൽക്കുന്നതായിട്ടാണ് ഈ രൂപം കാണിക്കപ്പെടുന്നത്. ഇത് വന്നിട്ട് 13ാമത്തെ സ്ഥലമാണ്. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതായിട്ടാണ് ഈ രൂപം കാണിക്കപ്പെടുന്നത്. എൻ്റെ പൊന്നു, കാറ്റ് മൊബൈലൊക്കെ എടുത്തോണ്ട് പോവുകയാണ്. 4ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസാരിക്കുന്നു. അതാണ് ഇത് രൂപപ്പെടുത്തുന്നത്. ഇതാണ് മണിയടിച്ചമ്പാറ. എന്താണ് ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കൊന്നും കറക്റ്റ് അറിയത്തില്ല. എന്നാണ് മണിയടിച്ചമ്പാറ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.
ദൈവത്തിൻ്റെ ഒരു രൂപമുണ്ട്, മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. കുറേ പേര് വിശ്രമിക്കുകയാണ് കേട്ടോ. അവിടെ രാത്രി ഇരുന്നുകൊണ്ട് ഇവിടെ പണി ചെയ്തിട്ട് അവർ വിശ്രമിക്കുകയാണെന്നോ. ചെറിയൊരു ബൈബിളുണ്ട്, പാറയിൽ കുത്തി വെച്ചൊരു ബൈബിളുണ്ട്.